ഗുഡ് മോർണിംഗ്. ഇന്ന് ഡേ 2. ഇന്നലെ വൈകുന്നേരത്തോടു ഓടി നമ്മൾ രാമേശ്വരത്തെത്തിയായിരുന്നു. ധനുഷ്കോടി പോകാൻ പറ്റിയില്ല. ധനുഷ്കോടി പോകണമെന്നുണ്ടെങ്കിൽ വൈകുന്നേരം 5 മണിക്ക് മുമ്പ് ധനുഷ്കോടിയിലെത്തണം. ഞങ്ങൾ ഇന്നലെ രാമേശ്വരം എത്തിയപ്പോൾ തന്നെ 6 മണിയായി. പോലീസുകാർ തിരിച്ച് പറഞ്ഞു വിട്ട്. ധനുഷ്കോടി എന്ന് പറയുന്നത് ഏകദേശം രാമേശ്വരത്ത് നിന്ന് 20 കിലോമീറ്റർ ഉണ്ട്. ഒരു അബാൻഡൻ ഗോസ്റ്റ് ടൗൺ ആണ് ഈ ധനുഷ്കോടി എന്ന് പറയുന്നത്. ഈ റോഡ് ധനുഷ്കോടി എത്തുമ്പോഴത്തേക്ക് തീരും. അവിടെ നമ്മുടെ ഇന്ത്യയുടെ ഒരു കര അവസാനിക്കും. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് ശ്രീലങ്കയാണ്. അതിൻ്റെ ഇടയിൽ കടൽ തീരം വരും, പാർക്ക് സ്ട്രീറ്റ്. ഇവിടെ ഒരു പ്ലാസ്റ്റിക് ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഒന്നുമില്ല, 20 രൂപ പൈസ അടിക്കുകമാർ, 20 രൂപയാണ്. പിന്നെ ഒരു അഡ്വൈസും തരും, പ്ലാസ്റ്റിക് ഒന്നും പുറത്ത് കളയരുത് സർ പ്ലീസ്. ഓക്കെ ഫൈൻ, നമ്മളങ്ങനെ ഒരിക്കലും ലിറ്റർ ചെയ്യാറില്ല. എന്താ എൻ്റെ എക്സസൈസ് നോക്കി, പുള്ളി ഭയങ്കര ഡെഡിക്കേറ്റഡ് ആണല്ലോ. ചുറ്റിനും ഒരുപാട് വേപ്പ് നിൽപ്പുണ്ട്. വേപ്പ് മരങ്ങളുടെ ഒരു കളിയാണ് ഈ നാട്ടിൽ. അങ്ങനെ ധനുഷ്കോടി ലാസ്റ്റ് പോയിന്റിലേക്ക് അടുപ്പിച്ചുകൊണ്ടിരിക്കുക. ഈ റോഡിൻ്റെ 2 സൈഡിൽ ആക്ച്വലി കടലാണ്. ചെറിയൊരു നാരോ സ്ട്രിപ്പ് പോലെ ഈ റോഡും ഈ ഒരു ലാൻഡ് പോർഷനും പോകുന്നത്. സംതിങ് റിയലി യുണീക്ക്. ഇവിടെ ഇപ്പോൾ ആള് താമസമൊന്നുമില്ല ആക്ച്വലി. 1964 സൈക്ലോണിന് ശേഷം ഒരുപാട് പേര് ഇവിടെ മരിച്ചുപോയി. അതിനുശേഷം പിന്നെ ഗവൺമെൻറ് ഇതിനൊരു അബാൻഡൻ ടൗണാക്കി, ഗോസ്റ്റ് ടൗൺ കണക്കാക്കുന്ന ഒരു ഏരിയ. ഇവിടെ അങ്ങനെ ആള് താമസമൊന്നുമില്ല, ഒറ്റപ്പെട്ട് കിടക്കുക. അങ്ങനെ ഞങ്ങൾ ഓൾമോസ്റ്റ് ധനുഷ്കോടി ലാസ്റ്റ് പോയിന്റിൽ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ലൈറ്റ് ഹൗസൊക്കെ കാണാം. ഇവിടെ ഹോട്ടലുകളും കച്ചവടവും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം ഈ ടൂറിസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്, അല്ലാതെ ഇവിടെ ആള് താമസമൊന്നുമില്ല. മണി ഇപ്പം രാവിലെ 7:30. ഫൈനലി ധനുഷ്കോടി എത്തിയിരിക്കുകയാണ് ലാസ്റ്റ് പോയിന്റിൽ. ഇവിടെ നമ്മുടെ ഇന്ത്യ മഹാരാജ്യം തീരുകയാണ്. പിന്നെ കടലിടുക്കാണ്. അതിനപ്പുറം അങ്ങ് പിന്നെ ശ്രീലങ്ക. റിയലി എക്സൈറ്റഡ്. ഫൈനലി ധനുഷ്കോടി എത്തി. ഇതാണ് ലാസ്റ്റ് പോയിന്റ്. ആക്ച്വലി ഈ ധനുഷ്കോടി എന്ന് പറയുന്നത് ഇന്ത്യൻ ഓഷൻ്റെയും ബേ ഓഫ് ബംഗാളിൻ്റെയും മീറ്റിംഗ് പോയിന്റ്. ഇപ്പോൾ ഈ ഫോൺ ക്യാമറ ഞാൻ വെച്ചിരിക്കുന്ന ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് ആക്ച്വലി അതായത് ലെഫ്റ്റ് സൈഡ് ബേ ഓഫ് ബംഗാളാണ്. ബേ ഓഫ് ബംഗാളിൽ ആക്ച്വലി വെള്ളത്തിന് ഒരു പെയിൽ ബ്ലൂ കളറാണ്. പിന്നെ ഇതിൻ്റെ ഈ സ്തൂപത്തിൻ്റെ അങ്ങ് അപ്പുറത്തെ സൈഡ് അതെല്ലാം ഇന്ത്യൻ ഓഷനാണ്. അതിന് കുറച്ച് ഡീപ്പ് ബ്ലൂ ആണ് വെള്ളത്തിൻ്റെ കളർ. ഇത് രണ്ടിൻ്റെയും മീറ്റിംഗ് പോയിൻ്റ് ആണ് ആക്ച്വലി ഈ ധനുഷ്കോടി എന്ന് പറയുന്നത്. ഇവിടെ ദൂരെ ഐലൻഡ് പോലെ കാണാം. അതായത് ഈ കടലിന് ഇവിടെ ആഴം കുറവാണ് ആക്ച്വലി. ഇവിടുന്ന് ഈ പോയിന്റിൽ നിന്ന് ശ്രീലങ്ക ഏകദേശം 14 കിലോമീറ്ററേ ഉള്ളൂ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ശ്രീലങ്കൻ നെറ്റ്വർക്ക് പിടിക്കും. ഇപ്പോൾ ഈ കാണുന്ന പോയിന്റ് ആക്ച്വലി ഇന്ത്യൻ ഓഷനാണ്. തൂത്തുക്കുടിയൊക്കെ ആ സൈഡാണ്. കൊളംബോ, തൂത്തുക്കുടി എല്ലാം ആ സൈഡാണ്. ഇതിങ്ങനെ ഇന്ത്യൻ ഓഷനും പിന്നെ ഇപ്പുറത്ത് കാണപ്പെടുന്ന ബേ ഓഫ് ബംഗാളും എല്ലാം കൂടെ മീറ്റ് ചെയ്യുന്ന ഒരു പോയിൻ്റാണ് ഇത്. ഇതിനെ ഗൾഫ് ഓഫ് മാന്നാർ എന്ന് പറയും.
ഇവിടുന്ന് 14 കിലോമീറ്ററാണ് ശ്രീലങ്ക ആക്ച്വലി. അപ്പോൾ ദൂരെ നമുക്ക് ഈ ഫോണിലൊന്നും കാണാൻ പറ്റത്തില്ല. ദൂരെ ആക്ച്വലി എന്താ പറയുക, ചെറിയ ചെറിയ ഐലൻഡ് കാണാം. ഈ ഐലൻഡിൽ ആക്ച്വലി 4 ഐലൻഡ് ഇന്ത്യയുടെ പക്ഷത്തും 10 ഐലൻഡ് ശ്രീലങ്കയിലുമാണ്. ഇതാണ് ധനുഷ്കോടി. ഇതൊരു ഭയങ്കര സംഭവമാണ് ആക്ച്വലി. ഇതിനെ പണ്ട് മിനി കൊളംബോ എന്ന് അറിയപ്പെട്ടിരുന്നത് ബ്രിട്ടീഷുകാരുടെ കാലത്ത്. ബ്രിട്ടീഷുകാരുടെ ആക്ച്വലി ട്രേഡ് പോയിന്റ് ആയിരുന്നു. ഇവിടുന്ന് കപ്പൽ സർവീസൊക്കെ ഉണ്ടായിരുന്നു. ഇത് ബേസിക്കലി ഇന്ത്യൻ ഓഷ്യനാണ്. അത്യാവശ്യം തിരക്കുണ്ട് ഇവിടെ. അങ്ങനെ ഇന്ത്യൻ ഓഷ്യനിൽ കാല് നനയ്ക്കാൻ പോവാ. ഈ ഇന്ത്യൻ ഓഷ്യനെ ആൺകടലെന്ന് പറയും ഇവിടുത്തെ ലോക്കൽസ്. പിന്നെ ബേ ഓഫ് ബംഗാളിനെ പെൺകടൽ എന്ന് അറിയപ്പെടുന്നത്. കടൽ ഇങ്ങനെ ചുറ്റി കിടക്കുകയാണ് ഈ ഒരു പോയിന്റിൽ, ധനുഷ്കോടി. ഒരു ഡ്രോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കാഴ്ചകളൊക്കെ കുറച്ചുകൂടെ സൂപ്പറാണ്. ഇതിൻ്റെ ശരിക്കുമുള്ള ഏരിയൽ വ്യൂ സംതിങ് റിയലി യുണീക്ക്. ഇതിപ്പോൾ നമുക്ക് ഈ എന്താ പറയുക, മൊബൈൽ ഫോണിലൊക്കെ ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ട്. എനിവേ ഇറ്റ്സ് എ ഗ്രേറ്റ് പ്ലേസ്. വന്ന് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ്. പണ്ടത്തെ വീഡിയോകളിലൊക്കെ ഈ മഹീന്ദ്രയുടെ മാക്സി ക്യാബിൽ ആളുകളെയും കൊണ്ട് ഈ ഐലൻഡിലേക്ക് പോകുന്നത് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ അതൊന്നും ഫങ്ഷനിങ് അല്ല. വെള്ളം നല്ല ക്രിസ്റ്റൽ ക്ലിയറാണ്, തെളിഞ്ഞ് കിടപ്പുണ്ട്. ഇടയ്ക്കിടയ്ക്ക് മീനെ കാണാൻ പറ്റുന്നുണ്ട്. പ്രസന്റ് ലൊക്കേഷൻ ധനുഷ്കോടി. ഇതാണ് ബേ ഓഫ് ബംഗാൾ സൈഡ്. അപ്പുറത്ത് ഇന്ത്യൻ ഓഷ്യൻ സൈഡ് കുറച്ച് ബഹളം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഇപ്പുറത്ത് ബേ ഓഫ് ബംഗാൾ സൈഡ് വളരെ ശാന്തമാണ്. ഇവിടെ എനിക്ക് തോന്നുന്നു ആഴവും കുറവെന്ന് തോന്നുന്നു. ഒരു രക്ഷയില്ല കേട്ടോ. എനിക്ക് എന്തോ പറയണമെന്നറിയാം. ഇറ്റ്സ് റിയലി എക്സൈറ്റിംഗ്. ഈ കിടക്കുന്ന സാധനമാണ് ഹോവർ ക്രാഫ്റ്റ്. ഇത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ ഹോവർ ക്രാഫ്റ്റ്. ഇതാണ് ഓൾഡ് ധനുഷ്കോടി. ഇവിടെയാണ് പണ്ട് സൈക്ലോൺ വന്ന് നശിച്ചു പോയ കെട്ടിടങ്ങളുടെയൊക്കെ അവശിഷ്ടങ്ങളുള്ളത്. ഇവിടെ ഇപ്പോഴും ഒരു പഴയ പള്ളിയുടെ അവശിഷ്ടങ്ങൾ കാണാം. സൈക്ലോണിൽ നശിച്ചു പോയതാണ് 1964. അതിൻ്റെ ബാക്കി പത്രമായിട്ട് കുറേ അവശിഷ്ടങ്ങളൊക്കെ ഇവിടെ കാണാം. അതിലൊരിതാണ് ഈ ഒരു പള്ളി. 1964 ഡിസംബർ 22 സൈക്ലോണിൽ നശിച്ചു പോയ ഈ ഒരു ടൗണിൻ്റെ അവശിഷ്ടമാണ് ഈ കാണുന്നതെല്ലാം. ധനുഷ്കോടിയിൽ ഇതൊരു പഴയ ചർച്ചാണ്, അബാൻഡൻ ചർച്ച്. ഇപ്പോഴും ഇന്നും ഈ ചർച്ച് ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട് ഇവിടെ അവശിഷ്ടമായിട്ട്. പണ്ട് സൈക്ലോണിൽ നശിച്ചു പോയ പള്ളിയുടെ അവശിഷ്ടമാണ് ഇതെല്ലാം.
1964 ശേഷം പിന്നെ ഇവിടെ ആളുതാമസമൊന്നുമില്ല. ഇറ്റ്സ് എ ഗോസ്റ്റ് ടൗൺ എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോഴും അൽത്താരയൊക്കെ അതിനൊക്കെ നിൽപ്പുണ്ട്. എത്ര വർഷം പഴക്കമുണ്ട് ഇതിനൊക്കെ. എത്ര വർഷം? 80 years. ലിറ്ററലി ഇറ്റ്സ് എ ഗോസ്റ്റ് ടൗൺ. പഴയ അവശിഷ്ടങ്ങൾ, ഒരുപാട് വർഷം പഴക്കമുണ്ട്. വീണ്ടും കടൽ തീരം. അവിടെയൊക്കെ ഉണ്ട് കണ്ടോ അവശിഷ്ടങ്ങൾ, പഴയ കെട്ടിടങ്ങൾ. വെള്ളത്തിന് നല്ല തണുപ്പുണ്ട്. കടലിപ്പോൾ ഉള്ളിലോട്ട് വലിഞ്ഞു കിടക്കുക. ഇവിടെ ഒരു ലൈറ്റ് ഹൗസ് ഉണ്ട്. 10 മണിക്ക് കണ്ട ഓപ്പൺ ആവും. ഇതിൻ്റെ മേളിൽ നമുക്ക് പോകാൻ പറ്റും. ഇവിടെ ചോദിച്ചപ്പോൾ ഒരു ലോക്കൽ പറഞ്ഞത് ഇതിൻ്റെ മേളിൽ പോയി കഴിഞ്ഞാൽ ശ്രീലങ്കൻ തീരമൊക്കെ കാണാൻ പറ്റുമെന്നൊക്കെയാണ് പറഞ്ഞത്. ഐ എം നോട്ട് ഷുവർ. വഴി എനിവേ ഈ ലൈറ്റ് ഹൗസിൽ നമുക്ക് കയറാൻ പറ്റും. 10 രൂപ ടിക്കറ്റാണ് കണ്ടത്. മണിയിപ്പം 8:50 അങ്ങനെ ധനുഷ്കോടിയിൽ നിന്ന് തിരിച്ചു പോവുകയാണ് രാമേശ്വരത്തേക്ക്. ഇനി ഹോട്ടലിൽ പോയി ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് പയ്യെ ഇവിടുന്ന് തിരിക്കണം. എന്തായാലും ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ധനുഷ്കോടിയിൽ വരുന്നത്. രാമേശ്വരത്ത് നിന്ന് ഏതാണ്ട് 20 കിലോമീറ്റർ ഉണ്ട്. ഇവിടെ രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ എൻട്രി ഉള്ളൂ. ഇതൊരു ഐലൻഡ് പോയിന്റ് ആണ്, ലാസ്റ്റ് പോയിന്റ് ആണ്. ഈ പാമ്പൻ ഐലൻഡ് എന്ന് പറയുന്നത് എൻ്റെ അവസാനത്തെ പോയിന്റ് ആണ് ഈ ധനുഷ്കോടി എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ ഇന്ത്യ മഹാരാജ്യം തീരുകയാണ്. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ ഗൾഫ് ഓഫ് മാന്നാറും പിന്നെ അതിനപ്പുറം പിന്നെ അങ്ങ് ശ്രീലങ്കയാണ്. ആദ്യമായിട്ട് വരുന്നതിൻ്റെതായിട്ടുള്ള ശരിക്കുള്ള എക്സൈറ്റ്മെന്റ് ഉണ്ട്. ഇതൊക്കെ ജീവിതത്തിൽ കണ്ടിരിക്കേണ്ട കാഴ്ചകളാണ്. എന്തായാലും ദൈവം സഹായിച്ച അതും ഇത്തവണ വരവിൽ നടന്നു. ഇതുവരെ ഏകദേശം 409 കിലോമീറ്റർ വണ്ടി ഓടിച്ചു കൊല്ലത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട്. ഇനി തിരിച്ചു പോകുമ്പം തൂത്തുക്കുടി കൂടെ കറങ്ങി പോകാനുള്ള പരിപാടിയാണ്. സോ ഫാർ എവറിത്തിങ് ഗുഡ്. രാവിലെ വന്നപ്പോൾ തന്നെ അത്യാവശ്യം തിരക്ക് കുറവായിരുന്നു. അപ്പോൾ അതിൻ്റെതായുള്ളൊരു അഡ്വാൻറ്റേജ് ഉണ്ടായി. സമാധാനമായിട്ട് കറങ്ങി കാണാൻ പറ്റി. ഇനി തിരിച്ചു പോയേക്കുവാണ്. ഇതാണ് കോതണ്ട രാമർ ടെമ്പിൾ. സ്ക്വിഡ് കണവ. ഇത് ലൊക്കേഷൻ കോതണ്ട രാമർ ടെമ്പിളിൻ്റെ അടുത്തുള്ള സ്ഥലമാണ്. വലിയ മുട്ട സ്റ്റിങ്ങറേയും കൊണ്ടുവരുന്നു. മുട്ട സ്റ്റിങ്ങറേ.
ഇവിടെ ഒരു ഐലൻഡ് ഉണ്ട്, ചെറിയൊരു ഐലൻഡ് പോയിന്റ് ഉണ്ട്. ആളുകൾ മത്സ്യമൊക്കെ പിടിച്ചിട്ട് ഇതുവഴി നടന്നു വരുന്നുണ്ട്. ഇതുവഴി ആളുകൾ മീനും പിടിച്ച് നടന്നു വരുന്നുണ്ട്. ഇവിടെ എന്താണ്ട് അമ്പലം കണക്ക് പരിപാടിയൊക്കെ ഉണ്ട്. ഇതില് മത്സ്യത്തൊഴിലാളികൾ ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. പക്ഷേ ഈ വെള്ളത്തിൽ പോകാൻ പാടില്ലെന്നാണ് പറയുന്നത്. ഇവിടെ ഇതിൽ ജെല്ലി ഫിഷ് ഉണ്ട്, സ്കിൻ അലർജി ഉണ്ടാവും, ഡേഞ്ചറാണ്. പക്ഷെ നടന്നു പോകുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ചെറിയൊരു ഐലൻഡ് പോലത്തെ സ്ഥലമാണ്. കോത്തണ്ട രാമർ അമ്പലം ടെമ്പിൾ. അപ്പോൾ ഈ ജസ്റ്റ് ഡീറ്റൂർ ചെയ്ത് വന്നതാണ്. ഇവിടെ അവിടുന്ന് മത്സ്യത്തൊഴിലാളികൾ നടന്നിങ്ങനെ പോകുന്നുണ്ട്. അത് ഇതിന് ചുറ്റിപ്പറ്റി ഒരുപാട് ചെറിയ ചെറിയ ഐലൻഡ് ഉണ്ട്. ഇത് മത്സ്യം പിടിച്ചിട്ട് നടന്നു വരുവാണ്. ആക്ച്വലി ഈ വെള്ളത്തിലൂടെ നമുക്ക് നടന്നു പോകാം. പക്ഷേ അവിടെയുള്ള ആളുകൾ പറഞ്ഞത് ഇതിനകത്ത് ജെല്ലി ഫിഷൊക്കെ ഉള്ള കാരണം വളരെ അപകടകരമാണ്. ഈ മത്സ്യത്തൊഴിലാളികൾക്ക് ഇത് സ്ഥിരം ശീലമാണ്. അപ്പോൾ അവർക്ക് അറിയാം അതിൻ്റെ ഇത്. അല്ലാതെ നമ്മൾ ടൂറിസ്റ്റ് പോയി വെള്ളത്തിൽ ഇറങ്ങി കഴിഞ്ഞാൽ പെട്ടുപോകും. അതുകൊണ്ട് ബി കെയർഫുൾ. ഇതുവഴിയൊക്കെ നടന്നു പോകാന്നേ ഉള്ളൂ. ഇതിനൊന്നും വലിയ ആഴമുള്ള സ്ഥലമൊന്നുമല്ല ഇത്. ആളുകൾ നടന്നു പോകുന്നുണ്ട്. ഇതൊക്കെ ഒരു പുതിയ പുതിയ കാഴ്ചകളാണ്, പുതിയ പുതിയ എക്സ്പീരിയൻസ്. റിയലി എക്സൈറ്റഡ്. ഇനി തിരിച്ച് അങ്ങ് രാമേശ്വരത്തേക്ക് പോവാണ്. അരിച്ചാൽ മുനൈ റോഡ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഈ മെയിൻ റോഡിന് നാഷണൽ ഹൈവേ 49. ധനുഷ്കോടി. ഇവിടുന്ന് ഈ പോയിന്റിൽ നിന്ന് ഇപ്പോൾ ലെഫ്റ്റ് പോയാൽ നേരെ ധനുഷ്കോടി, റൈറ്റ് നേരെ നമ്മൾ രാമേശ്വരത്തേക്ക് പോവുകയാണ്. സോ വി ആർ ഗോയിങ് ബാക്ക് ടു രാമേശ്വരം. ഇത് ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടൽ ശ്രീ അശ്വക്. അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് ബഫേ ആണ്, വെജിറ്റേറിയൻ ഫുഡാണ്. ഹോട്ടൽ അടിപൊളിയാണ് കേട്ടോ. ഐ ഹൈലി റെക്കമെൻഡ് ദിസ് ഹോട്ടൽ. പാമ്പൻ പാലത്തിലേക്ക് കയറിയിരിക്കുകയാണ്. തിരിച്ചു പോകുന്ന വഴിയാ. ഇതാണ് പാമ്പൻ പാലം. തൊട്ടടുത്ത് തന്നെ ഇതിൻ്റെ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്, പാമ്പൻ റെയിൽവേ സ്റ്റേഷൻ. ആൻഡ് ഹിയർ ഇറ്റ് ഈസ്. ഇതാണ് പാമ്പൻ പാലം. ഈ പാമ്പൻ ഐലൻഡിനെ മെയിൻ ഇതുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ബ്രിഡ്ജാണ് ഈ പാമ്പൻ പാലം എന്ന് പറയുന്നത്. ഇവിടെയൊക്കെ വെള്ളത്തിന് ആഴം കുറവാണ്. അപ്പോൾ ഈ ഫിഷിങ്ങിന് പോയിട്ട് ഈ ബോട്ടെല്ലാം അവർ ഇവിടെയാണ് പാർക്ക് ചെയ്യുന്നത്, ആങ്കർ ചെയ്യുന്നത്. റിയലി ബ്യൂട്ടിഫുൾ. ഇത് ശരിക്കും ബേ ഓഫ് ബംഗാളാണ്, കടൽ തീരം. ഒരുമാതിരി പച്ച നിറയില്ലേ. അങ്ങനെ പാമ്പൻ പാലത്തിലൂടെ കടന്നു പോവുകയാണ്. സമയം 12:15. പാമ്പൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ ഓടിയതാ ഇങ്ങനെ പോകും. ഇപ്പോൾ പഴയ പാലവും പുതിയ പാലവും ഒരുമിച്ച് കാണാൻ പറ്റും. താഴെ വള്ളമൊക്കെ കിടപ്പുണ്ട് ഫിഷിങ്ങിന് പോയിട്ട്. വെള്ളത്തിൻ്റെ കളറുണ്ട്, പച്ച കളർ. ഇവിടെ ആഴമില്ല, ഇവിടെ ആഴം കുറവാണ്.
ഇപ്പോൾ പാമ്പൻ പാലത്തിന് മേളിലാണ്. ഇവിടെ റെയിൽവേ പാലം കാണാം, പഴയതും പുതിയതും. പഴയ പാലം നമ്മുടെ ഈ ശ്രീധരൻ പണിഞ്ഞതാണ്. സൈക്ലോണിൽ തകർന്നു പോയ പാലം അവസാനം ഈ ശ്രീധരൻ ഏറ്റെടുത്ത് പൂർത്തിയാക്കിയതാണ്. അതിന് തൊട്ടപ്പുറം കാണുന്നത് പുതിയ പാലം. ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഭയങ്കര മനോഹരമാണ്. ഈ ഭാഗത്ത് ആഴം കുറവാണ്, നമുക്ക് വെള്ളമൊക്കെ നല്ല തെളിഞ്ഞ് കാണാൻ പറ്റുന്നുണ്ട്. നമ്മുടെ ബലേനോ ഇതിലാണിപ്പോൾ യാത്ര. ഇതൊരു ഹാർബർ പോയിന്റ് ആണ്. ഇവിടെ ഒന്നും കടലിന് ഒട്ടും ആഴമില്ല. ഭയങ്കര രസം കാണാൻ, ബ്യൂട്ടിഫുൾ, ഭയങ്കര മനോഹരമായ കാഴ്ചയായി. ഈ ബോട്ട് ഇങ്ങനെ കിടക്കുന്നതും ഈ വെള്ളത്തിൻ്റെ കളറ് ഒരു രക്ഷയില്ല. ദൂരെ ഒരു ഫിഷിംഗ് ഹാർബറൊക്കെ കാണാം. ഇതിലൂടെ ഈ ഹെവി വെഹിക്കിൾസ് പോകുമ്പോൾ നല്ല കുലുങ്ങും. അതൊരു വേറൊരു ലെവലാണ് സസ്പെൻഷൻ ഫീല്. ഇവിടെയൊക്കെ കടലിൽ ആഴം കുറവാണ്. ഇതാണ് ഈ പാലത്തിൻ്റെ ഈ കപ്പൽ വരുമ്പോഴത്തേക്ക് പൊങ്ങി മാറുന്ന ആ ഒരു പോർഷൻ. കപ്പലിന് ക്രോസ് ചെയ്യാനായിട്ട് ആക്ച്വലി ഇവിടെ ഇത് പൊങ്ങി മാറും. റൈറ്റ് സൈഡിൽ കാണുന്നത് പുതിയ പാലവും ലെഫ്റ്റിൽ കാണുന്നത് പഴയ പാലവുമാണ്. ഈ പഴയ പാലത്തിൻ്റെ ഈ സംഗതിയൊക്കെ പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്തും അവരിത് ഇങ്ങനെ കപ്പൽ വന്ന് പൊങ്ങി മാറാനായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്പെക്ടാക്കുലർ. പാമ്പൻ ബ്രിഡ്ജ് കൺട്രോൾ. ഇതൊക്കെ പണ്ട് മുതലേ ഒരു എൻജിനീയറിംഗ് മാർവലാണ്. ഇതാണ് പുതിയ പാലം. ഈയിടയ്ക്ക് നമ്മുടെ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത്, നരേന്ദ്രമോദി. ഫിഷിംഗ് ബോട്ട് അടി കൂടെ പോകും. ഇതുവഴി ട്രെയിൻ ഓടിപ്പോകുന്നത് കാണണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. സംഭവം അത് നടന്നില്ല. അപ്പോൾ ആ കാണുന്നതാണ് പാമ്പൻ ഹാർബർ. പാമ്പൻ ഹാർബർ. നോക്കത്താ ദൂരത്ത് കരിമ്പനത്തോട്ടങ്ങൾ. നമ്മുടെ നാട്ടില് കേരളത്തിലെ തെങ്ങ് നിൽക്കുന്ന കണക്കാണ് ഇവിടെ കരിമ്പന നിൽക്കുന്നത്. എവിടെ തിരിഞ്ഞാലും പനയാ. ഇതൊക്കെ ഒരു പുതിയ കാഴ്ചകളാണ് എനിക്ക്. വഴിയിൽ ആടുസാർ കറങ്ങി നടപ്പുണ്ട്. ആടുസാറ് വഴി മാറുന്ന ലക്ഷണമില്ല. ഇപ്പം തൂത്തുക്കുടിക്ക് പോകുന്ന വഴിയാ. തൂത്തുക്കുടിക്ക് ഇനി ഒരു 30 കിലോമീറ്റർ ഉണ്ട്. ഇപ്പം ഇവിടെ സോൾട്ട് പ്ലാന്റ് ഉണ്ട്. ഇതാണ് ഉപ്പുപാടം. ഈ പരിസരം മുഴുവൻ ഇതിൻ്റെ മാനുഫാക്ചറിങ് യൂണിറ്റുകളാണ്. സോൾട്ട് പ്ലാന്റ് ഇതൊക്കെ ആദ്യമായിട്ട് കാണുക. Time is 3:30 PM. We are heading towards തൂത്തുക്കുടി. ഈ പരിസരം മുഴുവൻ ഇങ്ങനെ ഉപ്പ് പാടങ്ങളാണ്.
മണി 3:45. അങ്ങനെ രാമേശ്വരത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്ത യാത്ര അങ്ങനെ ഇപ്പം തൂത്തുക്കുടി സിറ്റിയിലേക്ക് കയറുകയാണ്. സോ ഫൈനലി വി ഹാവ് റീച്ച്ഡ് തൂത്തുക്കുടി. ഇവിടെയും ആദ്യമായിട്ട് വരുവാണ്. ലൊക്കേഷൻ മുത്തൂറ്റ് നഗർ ബീച്ച്, തൂത്തുക്കുടി. ഇത് ആക്ച്വലി ഇന്ത്യൻ ഓഷൻ്റെ ഒരു പാർട്ടാണ്. നമ്മുടെ അറേബ്യൻ സീ ഒന്നുമല്ല. കൈൻഡ് ഓഫ് ബേ ഓഫ് ബംഗാൾ ഇന്ത്യൻ ഓഷ്യൻ കടൽ തീരമാണ്. പക്ഷെ ഇവിടെ തിരയും കാര്യങ്ങളൊന്നും ഇല്ല. ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. സമയം 5:30 5:30 PM. പ്രസൻറ്റ് സിറ്റി തൂത്തുക്കുടി. ഇതുവരെ 623 കിലോമീറ്റർ ഓടി. കൊല്ലത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് രാമേശ്വരം, ധനുഷ്കോടി, പിന്നെ ധനുഷ്കോടിയിൽ നിന്ന് തിരിച്ച് കൊല്ലം പോകുന്ന വഴിയാണ് നമ്മൾ തൂത്തുക്കുടി ടച്ച് ചെയ്തിട്ടാണ് പോകുന്നത്. ഇവിടെ ആദ്യമായിട്ട് വരുവാണ്. തൂത്തുക്കുടി നിന്ന് കേട്ടിട്ടേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഈ വഴി പോകുമ്പോൾ തീർച്ചയായും ഇതുവഴി ഒന്ന് കണക്ട് ചെയ്ത് പോകാമെന്ന് കരുതി ഈ ടൗണിലോട്ട് കയറിയതാണ്. നോ ഗോയിങ് ബാക്ക് ടു കൊല്ലം. സമയം 6:20 വൈകുന്നേരമായി. അങ്ങനെ ഈ ദിവസത്തെ സൂര്യാസ്തമയം. ഇപ്പോൾ തൂത്തുക്കുടിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് തിരുനെൽവേലി പോകുന്ന വഴിയാണ്. ഇനി ഏകദേശം ഒരു 180 കിലോമീറ്റർ ഓടാറുണ്ട് കൊല്ലം വരെ എത്താനായിട്ട്. 4-5 മണിക്കൂർ യാത്ര ഇനിയുണ്ട്. മണി 11:51. അങ്ങനെ 846 കിലോമീറ്റർ ഓടിച്ച് ധനുഷ്കോടിയിൽ നിന്ന് തൂത്തുക്കുടി കറങ്ങി തിരിച്ച് കൊല്ലത്തെത്തിയിരിക്കുകയാണ്. ടയേർഡായി, ടോട്ടലി എക്സോസ്റ്റഡ്. അങ്ങനെ ഈ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഒരു രക്ഷയില്ല, പൊരിഞ്ഞ പോരാട്ടമായിരുന്നു.